അപ്പോൾ ഇന്നും 220 ആണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ അപ്സൈസ് ചെയ്യുക. ടയർ അപ്സൈസ് ചെയ്യുമ്പോൾ നമുക്കിതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്ക് അലോയിൽ നമ്മൾ എത്ര സെക്ഷനിലുള്ള ടയർ ഒരു 140 150 കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു സൈസ് നമുക്ക് തോന്നിക്കില്ല. എത്ര ഒരു 150 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു വലിയ ടയർ ഇട്ടൊരു ഫീൽ നമുക്ക് ഇതിൽ തോന്നിക്കില്ല, ഈ അലോയിൽ തോന്നിക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്ത് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് മാറും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് NSൻ്റെ അലോയാണ്. NSൻ്റെ അലോയിൽ ട്രാക്ക് ടയർ കയറ്റിയിട്ടുണ്ട്. 190 സെക്ഷനിലാണ് ടയർ. ബ്രിഡ്ജസ്റ്റിൻ്റെ ഒരു ടയറാണ്. അപ്പോൾ ഈ അലോയും ഈ ട്രാക്ക് ടയറുമാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. എന്തൊക്കെ മാറ്റമുണ്ടെന്ന് ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിലായിട്ട് നമുക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ സ്റ്റോക്ക് സ്വിങ്ങാമിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് സാധനങ്ങൾ അങ്ങനെ മാറ്റാനില്ല. ആകെ കൂടെ മാറ്റാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ സ്പ്രോക്കറ്റ് മാറണം, അതുപോലെ ഹബ്ബ് മാറണം. ഹബ്ബ് ഇതാ NSൻ്റെ ഹബ്ബാണ് ഇത് വരുന്നത്. 220ൻ്റെ ഹബ്ബ് ഇതിൽ സൂട്ടാവില്ല. കാരണം ഒരു NSൻ്റെ അലോയിൽ ആ ഒരു പാറ്റേൺ മാറ്റുന്നുണ്ട്. അപ്പോൾ ഹബ്ബ് നമ്മൾ മാറ്റി കൊടുക്കണം. 220ൻ്റെ സ്റ്റോക്ക് ഹബ്ബ് ഇതിൽ സൂട്ടാവില്ല, NSൻ്റെ അലോയിൽ സൂട്ടാവില്ല. സോ NSൻ്റെ ഹബ്ബ് എടുത്തിട്ട് അതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റും കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പോകണം. അപ്പോൾ ഡീ ബോൾട്ട് കാര്യങ്ങൾ അത് ഇതിനാവശ്യമുള്ള ഹബ്ബിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. നമ്മൾ സ്പ്രോക്കറ്റ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള ഡീ ബോൾട്ടും കാര്യങ്ങളും ഒരു ഡി ഷേപ്പിൽ വരുന്ന ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡയംബർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഡിസ്ക് മാറണ്ട. ഡിസ്ക് നമുക്ക് ഇപ്പോൾ ഈ വണ്ടിയിൽ ഇട്ടിരിക്കുന്നത് NSൻ്റെ ഡിസ്ക് തന്നെയാണ്. അപ്പോൾ സെയിം ആയിട്ട് നമുക്ക് 220ൻ്റെ അലോയിലും NSൻ്റെ അലോയിലും NSൻ്റെ ഡിസ്കോ അല്ലെങ്കിൽ 220ൻ്റെ ഡിസ്കോ കറക്റ്റ് ഷൂട്ടാവും. അപ്പോൾ ഡിസ്ക് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് 120 സെക്ഷൻ ടയറാണ്. അപ്പോൾ സെയിം 220ൻ്റെ അലോയിൽ 140 സെക്ഷനിൽ കോണ്ടിഗോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ടയർ ഇട്ട ഒരു വണ്ടി നമുക്ക് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടയറിൻ്റെ സൈസിൻ്റെ മാറ്റം വലിയൊരു മാറ്റം കാണില്ല. ഞാൻ ആ ഒരു വണ്ടി അവിടെ ഉണ്ട്, അതിൻ്റെ ഒരു മാറ്റം ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. സെയിം സ്റ്റോക്ക് 220ൻ്റെ അലോയിൽ തന്നെയാണ് 140 സെക്ഷൻ ടയർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 120 ആണ്, ഈ ഒരു സൈസിൽ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ 140ലേക്ക് മാറുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വേറെ 220 ആണ്. ഇതിൽ സ്റ്റോക്ക് 220ൻ്റെ അലോയിൽ തന്നെ വരുന്നത്. ഇതിൽ 140 കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കോണ്ടിഗോ എന്ന് പറഞ്ഞ ടയറാണ് നമ്മൾ ഇതിലിട്ടുന്നത്. വലിയൊരു സൈസ് മാറ്റം നമുക്കിതിൽ ഫീൽ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അലോയ് ഉൾപ്പെടെ മാറാൻ പോവാണ്. വണ്ടിയിൽ നമുക്ക് 220യുടെ സ്റ്റോക്കായിട്ടുള്ള സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. സോ നമ്മൾ കാറിൻ്റെ ജാക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോണത്. ഇതിൽ വരുന്നത് NSൻ്റെ ഡിസ്ക്കാണ്. ഈ ഇതൊക്കെ നമ്മൾ ഈ NSൻ്റെ അലോയിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഒരുപാട് നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ വീൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ സാധനം കറക്റ്റ് ഫിറ്റാണ്, എവിടെയും തട്ടലോ ഓരസലോ ഒന്നുമില്ല. കറക്റ്റ് ഇതിലാണ് ഫ്രീ ആയിട്ട് കറങ്ങാനുണ്ട്. അപ്പോൾ NSൻ്റെ അലോയ് ഫൈനലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് ഇതാണ്. ഇതിൽ ആകെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിങ്ങാമ് കുറച്ച് ഗ്യാപ്പ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കുറച്ച് കട്ടിയും തന്നെയുള്ളൊരു എന്തെങ്കിലും ഒരു ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്
അത്യാവശ്യം കനമുള്ളൊരു ഹാമർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുങ്ങാമ്പൊന്ന് അകത്തി കൊടുത്തിട്ടാണ് സ്പേസറും കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു 190 സെക്ഷൻ ടയർ 220 ചെയ്യാൻ പറ്റുമോ, അവിടെ തട്ടൂല ഇവിടെ തട്ടൂല എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് കയറും. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അതല്ല ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, വർക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ വണ്ടി ഒന്നും പറയില്ല, വണ്ടി ഓവറോൾ മാറി. വണ്ടീൻ്റെ ലുക്ക് മൊത്തത്തിൽ നിന്ന് ബാക്കിൽ നോക്കുമ്പോൾ വണ്ടി മൊത്തത്തിൽ മാറി. ഇനി ഒരു ഹഗ്ഗറും കൂടി വെച്ചാൽ ആ ഒരു ചളി തെറിക്കാത്ത പ്രശ്നം നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഹഗ്ഗറില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.